ആശാനെ ഈശ്വരേട്ടൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് മറന്നിരിക്കും. ഓക്കെ, ജസ്റ്റ് ഓർമ്മപ്പെടുത്തി അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇദ്ദേഹം മടിവാൻ കാണിക്കുക, എല്ലാം ക്ലാരിറ്റി കാണിക്കുക. എല്ലാ കാലത്തും ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല, ചില കാലത്ത് മൊത്തം ഇട്ടിട്ടുണ്ടാവും. പോരാത്തത് തന്നെ ഇദ്ദേഹം യൂസ് ചെയ്യുന്ന സിലിണ്ടർ 200 ബാറിന്റെ സിലിണ്ടറാണ്. ഇപ്പൊ എല്ലാവരും വിചാരം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സിലിണ്ടർ മനസ്സിലാവും, അവർ സാധാരണക്കാർ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയാം. ഈ ഓക്സിജൻ മാത്രം കംപ്രസ് ചെയ്ത് നിറയ്ക്കാന്ന് എല്ലാവരും വിചാരിക്കുക. അത് തെറ്റാണ്. പിന്നെ അന്തരീക്ഷത്തിലുള്ള നാച്ചുറൽ എയർ ആണ് കംപ്രസ് ചെയ്ത് നിറയ്ക്കുന്നത്. ജനറേറ്റർമാർ അത്ര എളുപ്പമുണ്ടായാലും ചെറിയൊരു മിഷൻ കട കട സൗണ്ട് വെക്കും, അതിൽ ഫിൽറ്റർ ചെയ്ത് കയറ്റും. എപ്പോഴും ഒരു സിലിണ്ടർ നിറച്ച് കഴിഞ്ഞാൽ അധികം മാസങ്ങൾ വയ്ക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. ചിലപ്പോൾ സിലിണ്ടർ കംപ്രസ് ചെയ്ത് നാച്ചുറൽ കയറ്റി ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയപ്പന്മാരുണ്ടാവും. ഓക്സിജൻ ഒരു വലിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാർ യൂസ് ചെയ്യും, അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 40 മിനിറ്റോളം വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റും സിലിണ്ടർ ഇട്ട് പോയി കഴിഞ്ഞാൽ. പെട്ടെന്ന് പേടിയുള്ളവർക്ക് കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വെച്ച് ഇരുട്ടൊക്കെ ചിലപ്പോൾ പേടി വന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും അത്. ഓക്കെ, പിന്നെ അദ്ദേഹം യൂസ് ചെയ്യുന്ന റോപ്പ്, ആ റോപ്പിന് ഓരോ സിഗ്നൽ ഉണ്ട്, മനസ്സിലായോ? അതെല്ലാം വലിച്ചു കേട്ട ഈ വീഡിയോ ബോറടിക്കും. ഓക്കെ, കാരണം മേലെ നിൽക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. താഴത്തേക്ക് വല്ല കുടുങ്ങി കഴിഞ്ഞാലോ വല്ലതും എന്താ പറയുക പെട്ടെന്ന് പൊക്കണമെങ്കിലോ ഓരോന്നിനും ഓരോ സിഗ്നലാണ്. എന്തൊക്കെ സിഗ്നൽ താല്പര്യമുള്ള രസം കമന്റ് 100 എങ്കിലും വന്നാലാണ് ഈ റോപ്പിന് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ഞാൻ. ഓക്കെ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.